ഹായ് എവ്രി വൺ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയിട്ടുള്ള സന്ദർശനം എന്ന കവിതയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സന്ദർശനം എന്നുള്ള കവിതയിലേക്ക് കടക്കാം. ഈ ഒരു കവിത എന്ന് പറഞ്ഞ ഒരു പ്രണയാനുഭവത്തെ കുറിച്ച് പറയുന്നതാണ്. വേർപിരിഞ്ഞ ഒരു കാമുകനും കാമുകിയും അവർ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് വിചാരിച്ച് കണ്ടുമുട്ടിയ ഒരു സന്ദർഭമാണ് ഈ കവിത. ഇവർ കണ്ടുമുട്ടിയത് ഒരു സന്ദർശന മുറിയിലാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കവിതയിലേക്ക് കിടക്കാം. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് അതിന്റെ മീനിങ് പറഞ്ഞു തരാം. ഫസ്റ്റ് ലൈനാണ്, അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. അതായത് കുറെ വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേര് കണ്ടുമുട്ടുകയാണ്. ആരാ രണ്ടുപേര്? കാമുകനും കാമുകിയും കണ്ടുമുട്ടുകയാണ്. അപ്പൊ അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ രണ്ട് വരികളിൽ മൗനത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ലൈനാണ്, ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും. ജനലിലൂടെ നോക്കുമ്പോൾ പകൽ വെളിച്ചം പോകുന്നത് പോലെ അവർക്ക് കാണാൻ സാധിക്കുന്നു. അതായത് അവര് സന്ദർശന മുറിയിൽ ഇരുന്നിരുന്ന് ഒരുപാട് സമയം പോയി. അത് എന്തുപോലെയാണ്? ജീവിതം പോലെയാണ് ഇവിടെ സമയം പോയതെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ചിറക് പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. അതായത് സന്ധ്യാസമയം ആവുമ്പോഴാണ് കിളികളൊക്കെ അവരുടെ കൂട്ടിലേക്ക് പോകുന്നത്. അതുപോലെയാണ് കവി അവരെ ഇവിടെ സൂചിപ്പിക്കുന്നത്. കിളികൾ പോകുന്നത് പോലെ അവരുടെ മനസ്സിലെ ഓർമ്മകളും കിളികളെ പോലെ പറന്നു പോകുന്നു. നെക്സ്റ്റ് ലൈനാണ്, ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ. ഒരുപാട് നിമിഷം കഴിഞ്ഞു പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നീ എനിക്കും ഞാൻ നിനക്കും നഷ്ടപ്പെടുമോ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അടുത്ത ലൈനാണ്, മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. അവരവരുടെ കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോൾ അവർക്ക് അവരെ പരസ്പരം നഷ്ടപ്പെടുന്നു എന്ന സത്യം മനസ്സിലാവുമ്പോൾ നെഞ്ചിടിപ്പിന്റെ വേഗത കൂടുകയാണ്. നിറയെ സംഗീതമുള്ള നിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പ്രണയിച്ചിരുന്ന കാലത്ത് ഇവരുടെ നിശ്വാസം പോലും സംഗീതമായിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് അവർക്ക് വേർപിരിയേണ്ടി വന്നു. നെക്സ്റ്റ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. എക്സാമിനൊക്കെ കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ലൈനും കൂടിയാണത്. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരള് പണ്ടേ കരിഞ്ഞു പോയെങ്കിലും. അതിൻ്റെ അർത്ഥം എന്താ? ഈ കാമുകനും കാമുകിയും പ്രണയിച്ചിരുന്ന കാലഘട്ടത്തിൽ കാമുകിയുടെ സാമീപ്യം കാമുകന് വളരെയധികം സന്തോഷം കിട്ടുന്നതായിരുന്നു. കാമുകിയുടെ സാമീപ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരളാകുന്ന പൊൻചെമ്പകം പൂത്തിരുന്നു. പക്ഷേ ഇന്നതങ്ങനെയല്ല. പൊൻചെമ്പകം പൂത്ത കരള് കരിഞ്ഞു പോയി. അതായത് മുൻപുണ്ടായിരുന്ന സന്തോഷം ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ, കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും. കാമുകിക്ക് വേണ്ടി അദ്ദേഹം പ്രണയിച്ചിരുന്ന കാലത്ത് ഒരുപാട് കവിതകൾ ചൊല്ലിക്കൊടുത്തിരുന്നു. പക്ഷേ വേർപിരിഞ്ഞതിലൂടെ ഇപ്പോൾ കവിതകളൊന്നും ചൊല്ലാറില്ല. അദ്ദേഹത്തിൻ്റെ ഈ പ്രണയത്തിൻ്റെ വേർപിരിയിലൂടെ അദ്ദേഹം പുകവലിയും മദ്യപാനവും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ, ചിറക് നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണോ ഒരേകാന്ത രോദനം. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിലെ സങ്കടങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റാതെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. Thank you.